അപ്പോൾ ഓക്കെ, ഇവിടെ വീണ്ടും ഞാൻ അടുത്ത 4 വരി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അടുത്ത 4 വരി ഹനുമാൻ ചാലീസയിലെ 4 വരി എന്ന് വെച്ചാൽ 7, 8, 9, 10. അപ്പോൾ ഫസ്റ്റ് 10 വരിയാണ് ഹനുമാൻ സ്വാമിനെ പറ്റി ഈ ഹനുമാൻ ചാലീസയിൽ പറയുന്നത്, വിവരിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 4 വരി പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ 7ാമത്തെ വരിയാണ് വിദ്യാവാൻ ഗുണി അതി ചാതുർ രാമ കാജ് കരിബേക്കോ ആതുർ. വിദ്യാവാൻ നമ്മൾ മലയാളത്തിലും പറഞ്ഞ പോലെ തന്നെ വിദ്യാവാൻ എന്ന ആൾക്ക് നല്ല ബുദ്ധി ഉള്ളവനാണ്, വിദ്യ ഉള്ളവനാണ്. ഗുണി എന്ന് വെച്ചാൽ ഗുണവാനാണ്, ഗുണമുള്ളവനാണ്. അതി എന്ന് വെച്ചാൽ കൂടുതൽ. ചാതുർ എന്ന് വെച്ചാൽ നല്ല എന്ത് കാര്യം എപ്പോഴെങ്ങനെ ചെയ്യുന്നുള്ള നല്ല അറിവുള്ളവനാണ്. അപ്പോൾ വിദ്യാവാൻ്റെ വിദ്യ ഉള്ളവനാണ്, ഗുണവാനാണ്, ഏത് കാര്യം എപ്പോൾ ചെയ്യുന്നുള്ള നല്ല അറിവുള്ള ആളാണ് ഹനുമാൻ സ്വാമി. അത് കഴിഞ്ഞാൽ രാമ കാജ് കരിബേക്കോ ആതുർ. രാമൻ എന്ന് വെച്ചാൽ ശ്രീരാമസ്വാമിയുടെ, കരിബോ എന്ന് വെച്ചാൽ ചെയ്യുക. ആതുർ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആളെപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ശ്രീരാമസ്വാമിയുടെ കാര്യം ചെയ്യാനായിട്ട് എപ്പോഴും ഭയങ്കര ആൾക്ക് ഇഷ്ടമാണ്. ആർക്ക്? ഹനുമാൻ സ്വാമിക്ക്. അപ്പോൾ എപ്പോഴും ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, എപ്പോഴും റെഡിയാണ്. 8ാമത്തെ ലൈനാണ് പ്രഭു ചരിത്ര സുനിബേക്കോ രസിയ രാമലഖന സീതാമന് വസിയ. പ്രഭു ചരിത്ര, പ്രഭു ഇവിടെ ഉദ്ദേശിച്ചത് ശ്രീരാമസ്വാമിനെയാണ്. അപ്പോൾ ശ്രീരാമസ്വാമിയുടെ ചരിത്രം സുനിബേക്കോ, സുനിബേ എന്ന് വെച്ചാൽ കേൾക്കാൻ. റസിയ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ശ്രീരാമസ്വാമിയുടെ കഥകൾ അല്ലെങ്കിൽ ശ്രീരാമസ്വാമിനെ പറ്റി ആര് പറയുന്നോ അവിടെ എപ്പോഴും ഹനുമാൻ സ്വാമി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആൾ സൂക്ഷ്മത്തിൽ ശ്രീരാമസ്വാമിയുടെ പേരെടുക്കുന്നിടത്ത് ഹനുമാൻ സ്വാമി സൂക്ഷ്മത്തിൽ എപ്പോഴും ഉണ്ടാവും. അത്രയും ഇഷ്ടമാണ് ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമസ്വാമിയുടെ. അപ്പോൾ ശ്രീരാമസ്വാമിയുടെ എവിടെ കഥ നടക്കണോ, എവിടെ കാര്യങ്ങൾ പറയണോ അവിടെയൊക്കെ അത് കേൾക്കാനായിട്ട് ഹനുമാൻ സ്വാമി എപ്പോഴും അവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. രാമലഖന് സീതാമന ബസിയ. ശ്രീരാമസ്വാമി, അതുപോലെ തന്നെ ലഖൻ എന്ന് ഉദ്ദേശിച്ചത് ലക്ഷ്മണ സ്വാമി, സീതാമ അവരെ മനസ്സിൽ ബസിയ എന്ന് വെച്ചാൽ ഇരിക്കുന്നുണ്ട്. എപ്പോഴും ശ്രീരാമസ്വാമിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും സീതാമ്മയുടെയും മനസ്സിൽ ഹനുമാൻ സ്വാമി എപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ മനസ്സിലും അവർ എപ്പോഴും ഉണ്ട്. കാരണം ഹനുമാൻ സ്വാമി അവരെ ഇഷ്ടപ്പെട്ട ഭക്തനാണ്. അപ്പോൾ അവരെ മനസ്സിലെപ്പോഴും ഹനുമാൻ സ്വാമി ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സൂക്ഷ്മ രൂപ് ധരി സിയഹി ദിഖാവ വികട്ട് രൂപ് ധരി ലങ്ക ജരാവ. സൂക്ഷ്മ എന്ന് വെച്ചാൽ ചെറിയ രൂപം, സൂക്ഷ്മ എന്ന് വെച്ചാൽ ചെറുത്, രൂപ് എന്ന് വെച്ചാൽ രൂപം. അപ്പം ചെറിയ രൂപം ധരിച്ചുകൊണ്ട് ആരെ കാണിച്ചു കൊടുത്തു? സൂക്ഷ്മ രൂപ് ധരി സിയഹി എന്ന് വെച്ചാൽ സീതാദേവിയെ ദിഖാവ കാണിച്ചു കൊടുത്തു. അപ്പോൾ സീതാദേവി ലങ്കയിൽ രാവണൻ വെച്ചിരിക്കുന്ന സമയത്ത് ലങ്കയിൽ സീതാദേവിനെ കാണാൻ പോണ സമയത്ത് അത്രയും കുഞ്ഞേതായിട്ടാണ് സീതാദേവിയുടെ മുന്നിൽ ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ആ രൂപത്തിൽ അത്രയും കുഞ്ഞേതായിട്ട് സീതാദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ തന്നെ വിക്കട്ട് രൂപ് ധരി ലങ്ക ജരാവ. വിക്കട്ട് എന്ന് വെച്ചാൽ വലിയ രൂപം, വിക്കട്ട് രൂപ് ഭയങ്കര രൂപം ധരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? വിക്കട്ട് രൂപ് ധരി ലങ്ക് എന്ന് വെച്ചാൽ ലങ്ക ജരാവ എന്ന് വെച്ചാൽ ജലായ അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞു. അപ്പോൾ വലിയ ചെറിയ രൂപം ധരിച്ച് കുഞ്ഞ് സൂക്ഷ്മ രൂപമായിട്ട് സീതാദേവിയുടെ മുന്നിൽ വന്നു. അതുപോലെ തന്നെ വലിയ രൂപമായിക്കൊണ്ട് ലങ്ക മുഴുവൻ കത്തിച്ചു. ഭീമരൂപ് ധരി അസുര സംഹാരേ. ഇനി എന്ത് ചെയ്തു? ഭീമാകൃതം വലിയ ഭീമ രൂപം ധരിച്ചുകൊണ്ട് ഭീമരൂപ് ധരി അസുരന്മാരെ സഹാരെ അവരെ എല്ലാവരെയും നഷ്ടപ്പെടുത്തിയാണ്, അവരെല്ലാവരും കൊന്നുകളഞ്ഞു. രാമചന്ദ്രക്ക് കാജ് സവാരെ. അങ്ങനെ പല രൂപങ്ങളും ധരിക്കാനുള്ള ആൾക്ക് ഹനുമാൻ സ്വാമിക്ക് കഴിവുണ്ട്. അങ്ങനെ കഴിവുള്ള ഹനുമാൻ സ്വാമി രാമചന്ദ്രൻ എന്ന് വെച്ചാൽ ശ്രീരാമസ്വാമിയുടെ കാജ് സവാരെ. കാജ് എന്ന് വെച്ചാൽ കാര്യങ്ങൾ നോക്കി നടത്തുന്നതും കൂടിയാണ്. അങ്ങനെ ശ്രീരാമസ്വാമിയുടെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളും കൂടിയാണ് ഹനുമാൻ സ്വാമി.
അപ്പോൾ ഈ ശ്രീ ഹനുമാൻ ചാലീസയുടെ ഫസ്റ്റ് 10 ലൈൻ ഹനുമാൻ സ്വാമിനെ പറ്റി വിവരിക്കുന്നതാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി 11ാമത്തെ തൊട്ടുള്ളത് ഞാൻ പറയാം.